ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഫോൾട്ട് ടോളറൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു റിപ്ലിക്കേഷൻ മോഡലായ ആക്റ്റീവ് മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് റിപ്ലിക്കേഷൻ മോഡൽ ഫോർ ഫോൾട്ട് ടോളറൻസ്. ഇപ്പോൾ റിപ്ലിക്കേഷൻ മാനേജേഴ്സ് എന്നൊക്കെ എല്ലാം സ്റ്റേറ്റ് മിഷൻസ് ആണെന്ന് പറയാം. ഇവയെല്ലാം ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ രൂപത്തിൽ ഗ്രൂപ്പായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ട്. അത് റിക്വസ്റ്റുകളെ ഗ്രൂപ്പിലേക്ക് മൾട്ടികാസ്റ്റ് ചെയ്യുന്നു. ഒരു റിപ്ലിക്ക മാനേജേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റുകളെ ഫ്രണ്ട് എൻഡ് മൾട്ടികാസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ റിപ്ലിക്ക മാനേജേഴ്സും റിക്വസ്റ്റുകളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നു, ബട്ട് ഐഡൻറ്റിക്കലി എന്നിട്ട് റിപ്ലൈ കൊടുക്കുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു റിപ്ലിക്ക മാനേജർ ക്രാഷ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ എന്ന് പറയുമ്പം ആ സർവീസിൻ്റെ പെർഫോമൻസിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാവുകയില്ല. കാരണം റിമൈനിങ് ആയിട്ടുള്ള റിപ്ലിക്ക മാനേജർ അവിടെ നോർമൽ വേയിൽ റെസ്പോണ്ട് ചെയ്തോളൂ. അപ്പം ഈ ആക്റ്റീവായിട്ടുള്ള റിപ്ലിക്കേഷൻസിനൊക്കെ ഈ ബൈസാൻഡിയൻ ഫെയിൽയൂസ് ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് ഇവിടെ റിപ്ലൈസിനെയൊക്കെ കളക്ട് ചെയ്യുകയും കമ്പയർ ചെയ്യാനും പറ്റും. അത് ഈ ഫ്രണ്ട് എൻഡ് റിസീവ് ചെയ്യുന്ന ആ റിപ്ലൈസിനെ കളക്ട് ചെയ്യുകയും കമ്പയർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ബൈസാൻഡിയൻ ഫെയിൽയൂസിനെ ടോളറേറ്റ് ചെയ്യാനും ഇതിന് പറ്റും. അപ്പോൾ ഈ ആക്ടിവേഷൻ റിപ്ലിക്കേഷൻസിൽ കുറേ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നടക്കും. ഒരു ക്ലയൻറ്റ് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് റിക്വസ്റ്റ് ചെയ്യാൻ നേരത്ത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. റിക്വസ്റ്റ്, കോർഡിനേഷൻ, എക്സിക്യൂഷൻ, എഗ്രിമെൻറ്റ്, റെസ്പോൺസ്. അപ്പോൾ റിക്വസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ട് എൻഡ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫയറിനെ അറ്റാച്ച് ചെയ്യുന്നു റിക്വസ്റ്റിലേക്ക്. എന്നിട്ട് ഇതെന്ന് പറയുന്നത് റിപ്ലിക്ക മാനേജേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഈ റിക്വസ്റ്റിനെ മൾട്ടികാസ്റ്റ് ചെയ്യുന്നു. ഒരു ടോട്ടലി ഓർഡേർഡ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ടോട്ടലി ഓർഡേർഡ് റിലയബിൾ മൾട്ടികാസ്റ്റ് പ്രിമിറ്റീവ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്തിരിക്കുകയാണ് അത് ഏറ്റവും വേഴ്സ്റ്റായിട്ട് അത് ക്രാഷ് ചെയ്യുമെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്യുകയില്ല. എപ്പോൾ വരെയാണ് ഇത് റെസ്പോൺസ് റിസീവ് ചെയ്യുന്നത് വരെ. കോർഡിനേഷൻ ഇവിടെ നിന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് റിക്വസ്റ്റിന് ഡെലിവർ ചെയ്യുന്നു ഓരോ കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജറിലേക്കും ഇൻ സെയിം ഓർ ടോട്ടൽ ഓർഡർ. അടുത്തതാണ് എക്സിക്യൂഷൻ. ഇവിടെ നിന്ന് പറയുമ്പം ഓരോ റിപ്ലിക്ക മാനേജറും റിക്വസ്റ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മിഷൻസ് ഉണ്ട്. ഇവയെല്ലാം സ്റ്റേറ്റ് മിഷൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ റിക്വസ്റ്റ് എല്ലാം ഡെലിവർ ചെയ്തിരിക്കുന്നത് സെയിം ടോട്ടൽ ഓർഡറിലാണ്. അപ്പം ഇവിടെ എല്ലാ കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജേഴ്സും എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റുകളെ ഐഡൻറ്റിക്കലി ആയിരിക്കും പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ക്ലയൻസിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള യുണീക്ക് ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. എഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻറ്റ് ഫേസ് ഇവിടെ ആവശ്യമല്ല. കാരണം ഇവിടെ മൾട്ടികാസ്റ്റ് ഡെലിവറി സെമാൻറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട്. റെസ്പോൺസ് ഇവിടെ നിന്ന് പറയുമ്പം ഓരോ റിപ്ലിക്ക മാനേജറും ഫ്രണ്ട് എൻഡിലേക്ക് അതിൻ്റെ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര നമ്പർ ഓഫ് റിപ്ലൈസ് ഉണ്ട് ഫ്രണ്ട് എൻഡിൽ എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫെയിലൂർ അസംഷൻസിൻ്റെ ബേസിലാണ്. അതുപോലെ ഏത് തരത്തിലുള്ള മൾട്ടികാസ്റ്റ് അൽഗോരിതമാണ് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ക്രാഷ് ഫെയിലൂഴ്സിനെ ടോളറേറ്റ് ചെയ്യുക എന്നതാണ്. അതുപോലെ മൾട്ടികാസ്റ്റ് യൂണിഫോം എഗ്രിമെൻറ്റിനെയും ഓർഡറിങ് പ്രോപ്പർട്ടീസിനെയും സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് എൻഡ് ഒരു ഫസ്റ്റ് റെസ്പോൺസിനെ പാസ് ചെയ്യുന്നു ടു അറൈവ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. എന്നിട്ട് ബാക്കിയുള്ളതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അപ്പോൾ റെസ്പോൺസിൽ എന്താ പറയുന്നത്, ഫ്രണ്ട് എൻഡ് ഈ റിപ്ലിക്ക മാനേജറിൽ നിന്നും റെസ്പോൺസുകളെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫ്രണ്ട് എൻഡ് ഒന്നോ അതിൽ കൂടുതലോ റെസ്പോൺസുകളെ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഒരു ക്രാഷ് ഫെയിൽസിനെ ടോളറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ക്ലയൻറ്റിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് കൊടുക്കുന്നു. അപ്പം എന്താ പറയുന്നത്, ആക്റ്റീവ് റിപ്ലിക്കേഷൻസിൽ 5 ഫേസുകളുള്ളത്: റിക്വസ്റ്റ്, കോർഡിനേഷൻ, എക്സിക്യൂഷൻ, എഗ്രിമെൻറ്റ്, റെസ്പോൺസ്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് യുണീക്ക് ഐഡിനെ അറ്റാച്ച് ചെയ്യുന്നു.
ഇവിടെ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓർഡേഡ് റിലയബിൾ മൾട്ടികാസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത് റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് റിക്വസ്റ്റുകളൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് വേസ്റ്റ് ക്രാഷ് ഇവിടെ ഉണ്ടാകാം. ഇതെന്ന് പറയുന്നത് പാരലായിട്ട് റിക്വസ്റ്റുകൾ ഇഷ്യൂ ചെയ്യുകയില്ല. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മൾട്ടികാസ്റ്റ് റിക്വസ്റ്റ് ഡെലിവർ ചെയ്യുന്നു ടു ഓൾ ദ റിപ്ലിക്ക മാനേജേഴ്സ് ഇൻ സെയിം അല്ലെങ്കിൽ ടോട്ടൽ ഓർഡർ. എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ റിപ്ലിക്ക മാനേജേഴ്സും റിക്വസ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവയെല്ലാം സ്റ്റേറ്റ് മിഷൻസ് ആണ്. അതുപോലെ തന്നെ ഇത് സെയിം ഓർഡറിൽ ഈ റിക്വസ്റ്റുകളൊക്കെ റിസീവ് ചെയ്യുന്നു. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ റെസ്പോൺസിൻ്റെ അകത്ത് ഐ ഡിയും വെച്ചിട്ടുണ്ട് ഇവർ. ഇനി എഗ്രിമെൻ്റ് എന്ന് പറയുമ്പം ഇവിടെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ റിപ്ലിക്ക മാനേജേഴ്സും സെയിം ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു സെയിം ഓർഡറിൽ. കാരണം അവിടെ ഈ ടോട്ടലി ഓർഡർ മൾട്ടികാസ്റ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ് റിപ്ലിക്ക മാനേജേഴ്സിൽ നിന്ന് റെസ്പോൺസുകളെ കളക്ട് ചെയ്യുന്നു. ഫ്രണ്ട് എൻഡിന് ഒന്നതിൽ കൂടുതൽ റെസ്പോൺസുകളെ ഉപയോഗിക്കാം. ഒരു ക്രാഷ് ഫെയിലേഴ്സിനെ ടോളറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലയൻറ്റിന് ഫസ്റ്റ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫോൾട്ട് ടോളറൻസ് സർവീസിൽ വരുന്ന ആക്റ്റീവ് റിപ്ലിക്കേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്റ്റീവ് റിപ്ലിക്കേഷൻ എന്ന മോഡലിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.